നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കണ്ണൂർ വളപട്ടണം വഴിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാർ ഓടിച്ചു പോകുന്നത്. വളപട്ടണത്ത് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് വലിയ വ്യവസായ കേന്ദ്രങ്ങളൊക്കെയാണ് അവിടെ. ഞാൻ എൻ്റെ ബന്ധു വീട്ടിൽ പോയിട്ട് സംസ്കാരം കഴിഞ്ഞ് തിരിച്ച് ഞാൻ കാർ ഓടിച്ചു വന്നത് വളപട്ടണം വഴിയാണ്. ഒരുപാട് ട്രാഫിക്കൊക്കെ ഉള്ളതാണ്. ഈ വളപട്ടണം എന്ന് കേൾക്കുമ്പോൾ പാലം, അതിൻ്റെ സൈഡിലെ കണ്ടൽക്കാട്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അവിടെ നിന്നാണ് ഈ വലിയ മോഷണം. അതും ഏതാണ്ട് 1.25 കോടി 1.5 കോടി രൂപയും 267 പവനും. എന്താണ് സംഭവിച്ചത്? ഇത് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അന്ന് ഈ വീട്ടുകാർ അവർ കേരളത്തിന് പുറത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. 4 ദിവസം കഴിഞ്ഞാൽ മടങ്ങിയെത്തിയപ്പോഴാണ് കാണുന്നത് ഇതെല്ലാം മോഷണം പോയിരിക്കുന്നു. അപ്പോൾ ഇത് അവർ അത്രയും സുരക്ഷിതമായി വീട്ടിനകത്ത് പ്രത്യേക അറയുണ്ടാക്കി, സേഫൊക്കെ ഉണ്ടാക്കി അത്രയും സുരക്ഷിതമായ രീതിയിൽ വെച്ച് ഒരു താക്കോൽ അടുത്താലമാരി വെച്ച്, അതിൻ്റെ താക്കോൽ അടുത്താലമാരി വെച്ച് അങ്ങനെയൊക്കെ വെച്ചിരുന്നതാണ്. എന്നിട്ടും ഇതെല്ലാ സാധനവും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പരാതി കൊടുത്തപ്പം പോലീസിന് ആദ്യം കുഴക്കിയൊരു കാര്യം, ഇത് 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ പോലീസ് നായ കൊണ്ടുവരിക, അത് അന്വേഷണം അതൊക്കെ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പം ആയിരുന്നില്ല. പിന്നീട് അവർ വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തി അവർക്ക് തോന്നി ഈ വീടുമായി ബന്ധമുള്ള ഒരാൾ, ഈ വീടിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനകത്ത് ഇരുന്നെടുത്ത് പോകാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് ഉറപ്പായി. അപ്പോൾ ഇത് ഒന്നീ വീട്ടിൽ നിത്യ സന്ദർശകൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ അയൽവാസി ആരോ ആണ്. ആ രീതിയിലേക്ക് അന്വേഷണം പോകുമ്പോഴാണ് ഈ ലിജീഷ് എന്ന് പറയുന്ന തൊട്ടയൽവാസി, അടുത്ത വീട്ടുകാരനാണ് അയാളിലേക്ക് ചെന്നത്. അയാളെ പിടികൂടിയപ്പോൾ അവർക്ക് പോലീസിൻ്റെ അന്വേഷണത്തിന് അവർ ചില കാര്യങ്ങൾ മനസ്സിലായി. ഇയാൾ ഇത് മോഷ്ടിക്കാൻ വേണ്ടി മുറിക്കകത്ത് കയറുമ്പം CCTV ക്യാമറ വെച്ചിരുന്നു. ഇയാൾ അത് പിടിച്ച് തിരിച്ചു വെച്ചു. പക്ഷേ പുള്ളിക്ക് പൊസിഷൻ തിരിച്ച് നേരെയാണ് വെച്ചത്. കൃത്യം ഇയാളെ മുഖം മറച്ചിരുന്നെങ്കിലും ഇയാളെ കാണാൻ പറ്റി. പിന്നീട് അങ്ങോട്ട് ഇയാളെ വിരലുടെ ആളം കൃത്യമായിരുന്നു. അവർ ഓരോ കാര്യങ്ങൾ, ഓരോ സ്റ്റെപ്പും പോലീസ് മുന്നിൽ വയ്ക്കുമ്പോൾ എല്ലാം ഇയാളെ തലയാണ്, കഷണ്ടി തല, ഈ ഭാഗത്തിൻ്റെ കൃത്യം ഉളി എങ്ങാണ്ട് മറന്നു വെച്ചിട്ട് പോയത്. ഏറ്റവും അവസാനം പറ്റി ഉളി ഉള്ളി തിരിച്ചു കയറി. ഈ തെളിവ് നശിപ്പിക്കാൻ ഉളിയോടെ ഇരുന്ന തെളിവാണല്ലോ, ഉളി കിട്ടിയതുമില്ല, സാധനം പുള്ളി പിടിയും വീഴുന്നു. ഇത് വളരെ അത്ഭുതമായിരിക്കും. വിദഗ്ധനൊന്നും അല്ല കള്ളൻ. വിദഗ്ധനല്ല, ഇയാളൊരു വെൽഡിംഗ് തൊഴിലാളിയാണ്, ഇയാൾ പ്രവാസിയായിരുന്നു എന്ന് പറഞ്ഞു. ഇയാൾ നേരത്തെ ഒരു മോഷണ കേസിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഈ മോഷണം ഒരു കലയാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് മോഷ്ടിക്കുന്നവർ പലപ്പോഴും പണത്തെക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ത്രില്ല് അനുഭവിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഓരോ കള്ളന്മാർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടെന്നും കേട്ടിട്ടുണ്ട് ഇല്ലേ? മനുഷ്യരുടെ ഒരു സ്വഭാവം വിചിത്രമാണ് വാസ്തവത്തിൽ. ഞാൻ മോഷ്ടാക്കൾ എന്നല്ല, എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ അവർ ഭയങ്കര വികാരഭരിതരാകും അല്ലേ? അതെ. ഈ ചില കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുള്ളത്, ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കാൻ കയറി, ആളുകൾക്ക് നേരത്തെ മോഷ്ടിക്കാൻ കയറിയാൽ മോഷ്ടിച്ചതിന് ശേഷം ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പോകുന്ന ശീലമുള്ള കള്ളന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അടുക്കളയിൽ കയറി എന്തെങ്കിലും മുട്ടയൊക്കെ ഓംലെറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി. അതൊക്കെ കഥയായിരിക്കത്തില്ലേ? അല്ലല്ല, കാരണം ശബ്ദം ഉണ്ടാക്കാതെ പോകാനില്ല. അത് ഇവർക്ക് ചില പറഞ്ഞ പോലത്തെ വിനോദങ്ങളാണ്. ഇന്നെങ്കിലും കൂടെ ചെയ്താലേ എനിക്ക് ഈ മോഷണം നടപടി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്ന് ആഗ്രഹമുള്ള ചിലരുണ്ട്. മദ്യമാണെങ്കിൽ അതിനകത്ത് കഴിക്കുന്ന ആൾ, ചിലർ വെള്ളമടിച്ച് അവിടെ കിടന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഇത്രയും സുരക്ഷിതമായി വെച്ച് ഈ താക്കോലൊക്കെ എങ്ങനെ കിട്ടിയെന്ന് പറയുന്നത്? അല്ല, ഇയാൾ പറയുന്നത് ഇയാൾ അകത്ത് കയറി ചിലപ്പോൾ അകത്ത് കയറി പറ്റിയല്ലോ. അപ്പോൾ ഇയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത്, അടുത്ത അലമാര തുറന്നപ്പോഴാണ് അതിൽ താക്കോലുണ്ട്. ഓരോ അലമാര തുറക്കുമ്പോൾ അടുത്ത് ഈ പ്രധാനപ്പെട്ട അറയുണ്ടല്ലോ, അതിൻ്റെ താക്കോൽ അടുത്ത് തരും, അതിൻ്റെ താക്കോൽ അടുത്ത്, അങ്ങനെ പല അലമാരകളിൽ അറ വെച്ചിട്ട് ഇവരിങ്ങനെ താക്കോലോട് വെച്ചിട്ട് വെച്ചിട്ട് പോയതപ്പോൾ ആരും പിടിക്കൂല എന്ന് അവർ കരുതി. പിന്നെ ഇത്ര വലിയ സുരക്ഷിതമായ ലോക്കർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഇവർക്ക് ഈ പൈസ കൊണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ബാങ്ക് ലോക്കറിൽ വെച്ചാൽ പോരെ. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ മലയാളികൾ അവനവൻ ഓർത്തിരിക്കുന്നതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം പലപ്പോഴും താക്കോല് വെക്കുന്നത്, ഒരു 90% ആൾക്കാരും താക്കോല് വെക്കുന്നത് ഈ ഒരു കള്ളന് കൃത്യമായി അറിയാം എവിടെയാണെന്നുള്ള കാര്യം. ഈ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആൾ പൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴേ ഈ ചവിട്ടിയുടെ അടിയിൽ താക്കോൽ വെക്കുന്ന ശീലം പലരൊക്കെ ഉണ്ട്. ചവിട്ടിയിട്ടുണ്ട്, അടുത്തുള്ള അലമാരിയിലുണ്ട്, അലമാരിയിൽ ജനാലയുടെ മണ്ട വെക്കുന്നവരുണ്ട്. അത് ഇതുപോലെ തന്നെ പാസ്വേഡ്, മനുഷ്യ ഇമെയിലിൻ്റെയും ബാങ്കിൻ്റെയും ഒക്കെ പാസ്വേഡും ഏകദേശം, കാരണം ഇത് ഓർത്തിരിക്കണ്ടേ, ഈ ഏതെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡ് ഇടാൻ പറ്റും. അപ്പം ഈ കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന ഒരാൾക്ക് അയാളുടെ സ്വഭാവം കൃത്യമായി പഠിച്ചാൽ ഈ പാസ്വേഡ് കണ്ടെത്താൻ പറ്റും. ഒരു വ്യക്തിയുടെ ടെലിഫോൺ നമ്പറാണോ, ഒരു വ്യക്തിയുടെ അമ്മയുടെ പേരെന്താണ്, അല്ലെങ്കിൽ ഭാര്യയുടെ പേരെന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, ഇത്തരത്തിലുള്ള ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഒരു 30-40% ആളുകളും ഇമെയിലിൻ്റെ ഒക്കെ പാസ്വേഡ് 1 2 3 4 5 6 7 8 വെക്കുന്നത്. അത് ഉറപ്പാണ്, ഒരുപാട് പേരെ സംബന്ധിച്ചത് സത്യമാണ്. അപ്പോൾ പിന്നെ അത് തന്നെയാണ് കള്ളൻ. അതായത് ഇതിൽ ഒരു പ്രത്യേക തൊഴിൽ പരിശീലിക്കുന്നവരെ സംബന്ധിച്ചുള്ള അവരതിൽ വിശദമായി പഠനം നടത്തും. പോലീസുകാർ എങ്ങനെ ആളെ കണ്ടുപിടിക്കുന്നത്, ഈ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നത് അതേ രീതി തന്നെയാണ്. എന്തോന്റെ പുസ്തകമല്ലേ ഒരു കള്ളനെ കുറിച്ചുള്ള, മറ്റേ മണിയൻപിള്ള എന്തോന്റെ പുസ്തകം കിടുവല്ലേ, ഒരു ഡിറ്റക്റ്റീവ് രീതിയിലുള്ള. നമ്മൾ ഞെട്ടിപ്പോകുന്നത് വായിക്കുമ്പോഴേ. എത്ര സരസനായ കള്ളനാണ് പക്ഷേ അദ്ദേഹം. നമ്മുടെ സ്വന്തം ഇന്ദുവൻ അറിയാവോ? എൻ്റെ സ്വന്തം സിന്ധുകാരൻ ഇന്ദുവന, ഞാനും ഇന്ദുവൻ ഒരുമിച്ച് പറഞ്ഞു.
എന്തോൻ കുങ്കുമ വാരികയിലൊക്കെ അന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളോട് ജേർണലിസം പഠിച്ചത്. എത്ര എന്തോ മിടുക്കനാണ്. നല്ല എഴുതിയ സിനിമകളൊക്കെ നന്നായി പോയി. മനോരമ വിട്ടെന്ന് തോന്നുന്നു. മനോരമയിലായി സ്വതന്ത്രനായി പുള്ളി ചെയ്യുന്നത് കൊള്ളാം. സിനിമ തലയൊക്കെ മുട്ടി പിന്നെ സാധു മനുഷ്യൻ, പരമ സ്വാത്യനായ മനുഷ്യനാണ്. നമ്മുടെ സാഹിത്യകാരന്മാർക്ക് ഒരു മാതൃകയാണ്, ആവേണ്ട ആളാണ് ശരിക്കും പറഞ്ഞാൽ. ഈ എം കൃഷ്ണനായർ സാർ പറഞ്ഞിട്ടുണ്ട്, ഒരു സാഹിത്യകാരനെ കയറി പരിചയപ്പെടാൻ പോരുത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇംപ്രഷൻ പോകുന്നുള്ളൂ. പക്ഷേ ഇവരൊക്കെ ഒന്നും അത് ബാധകമല്ല, നല്ല മനുഷ്യരാണ് അവരൊക്കെ. വിജയ് ജെയിംസ് ഇല്ലേ, വിജയ് ജെയിംസ്, നമ്മുടെ വയലാർ കിട്ടിയ നിരീശ്വരനൊക്കെ എഴുതിയ വയലാർ വിജയ് ജെയിംസ് കണ്ട എഴുത്തുകാരനെന്ന് തോന്നുന്നില്ല. അയാളെ പരിചയപ്പെടണം. എൻ്റെ അയലോക്കാരനാണ് ഇവിടെ തിരുവനന്തപുരത്ത്, നേരിട്ട് കണ്ടിട്ട് എൻ്റെ തിരുവനന്തപുരത്തെ അയലോക്കാരനാണ്. അയാൾ ഞായറാഴ്ച പള്ളിയിലൊക്കെ ഒന്നും വരും. അപ്പോൾ പള്ളി ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും അതിനകത്ത് എല്ലാം കൂടെ. അയാൾ സാധാരണ മനുഷ്യൻ, ISROയിലെ ശാസ്ത്രജ്ഞനാണ്. സയന്റിസ്റ്റ് ലുക്കാണ് പുള്ളി കണ്ടത്. പക്ഷെ പുള്ളി വളരെ ശാന്തനായ, വളരെ സ്വാത്വികനായ ഒരു മനുഷ്യൻ. അങ്ങനത്തെ ഒരുപാട് എഴുത്തുകാരുണ്ട്. ലാൽ SR ലാൽ, അത് ഞങ്ങളുടെ ക്ലാസ്മേറ്റാണ്. ലാൽ വളരെ കുഴപ്പങ്ങളും പുള്ളി സാറിൻ്റെ അനുഭവം കൂടെ ആണല്ലോ. നമ്മൾ അടുത്ത സുഹൃത്താണ് പുള്ളി. ഗ്രന്ഥശാല സംഘത്തിലുള്ള എത്ര സൗമ്യനാണ് അവരൊക്കെ, എല്ലാവരും സ്വാത്വികന്മാരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം, നമുക്ക് കടന്നു പോവേണ്ട വിഷയം എന്ന് പറയുന്നത് സുപ്രീം കോടതി പിണറായി വിജയൻ്റെ തലമണ്ടം നോക്കിയിട്ട് ഒരൊറ്റ അടി, മോന്ത തീർത്ത് ഒരൊറ്റ വീക്ക് കൊടുത്തിരിക്കുന്നു. ഈ ആശ്രിത നിയമനം എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് കാര്യം. ഇവർ കുറേ ആശ്രിതന്മാരല്ലാതെ നിയമിച്ചിട്ടുണ്ട്. എല്ലാ സർവകലാശാലകളിലും സകല സ്ഥലങ്ങളിലും ആശ്രിതന്മാരെ നിയമിച്ചതാണ്. ഇന്ന് സുപ്രീം കോടതി സംഭവിച്ചത് എന്താണ്? സുപ്രീം കോടതി സംഭവിച്ചത് ചെങ്ങന്നൂർ MLA ആയിരുന്ന രാമേന്ദ്രൻ നായർ, KK രാമേന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്ത്. KK രാമേന്ദ്രൻ 2014 ജയിച്ചത്. 18 അദ്ദേഹം അന്തരിക്കുന്നു. തുടർന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നു. ഡൈ ഹാർനസ് പോലെ ആശ്രിത നിയമനമായിട്ട് ഗസറ്റഡ് പോസ്റ്റിൽ ഇതേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ് പ്രശാന്ത്. എഞ്ചിനീയർ ആയിട്ട് തന്നെ ഇയാൾക്ക് അവിടെ ജോലി കൊടുക്കുന്നു. അങ്ങനെ സർവീസ് തുടരുന്നു. അന്ന് പലരും ഇതിന് എതിർപ്പായ രംഗത്തെത്തിയിരുന്നു. പക്ഷേ ലോകായുക്തത്തിലൊക്കെ കേസ് വന്നിരുന്നു. പക്ഷേ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പോയി. ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ആദ്യം ഒരു ശക്തമായ തീരുമാനമെടുത്തത്. അതെന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഞാനിന്നിപ്പം ഇതിൻ്റെ പശ്ചാത്തലം വായിച്ച് നോക്കുമായിരുന്നു. പശ്ചാത്തലം വായിച്ചപ്പോൾ ഞെട്ടലോടുകൂടി ഞാൻ കണ്ടൊരു കാര്യം, ഈ നിയമനം റദ്ദ് ചെയ്തത് ജസ്റ്റിസ് S മണികുമാറും ഷാജി P ചാലിയ. ഇവർ രണ്ടും സർക്കാരിൻ്റെ സ്വന്തമായിരുന്നു. വാസ്തവത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ദേവൻ രാമേന്ദ്രൻ അടക്കമുള്ള ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അടക്കമുള്ള പലരും പുറപ്പെടുവിക്കുന്ന പല സർക്കാർ വിരുദ്ധ വിധികളും അപ്പം തന്നെ സർക്കാരിന് അനുകൂലമാക്കി ക്യാൻസൽ ചെയ്ത് കൊടുത്തത് ഈ ബെഞ്ചായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം രമേശ് ചെന്നിത്തല ഈ ജസ്റ്റിസ് മണികുമാർ റിട്ടയർ ചെയ്ത ഉടൻ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് ആഞ്ഞടിച്ചിരുന്നു. അത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കാൻ ആ മണികുമാറും ജസ്റ്റിസ് ഷാജി P ചാലിയും കൊണ്ടുള്ള ബെഞ്ചാണ് ഇത് റദ്ദാക്കിയതെന്ന് ഞാൻ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചിലതൊക്കെ ചെയ്യേണ്ടി വന്നാൽ പോലും നീതിമാന്മാരാണ് നിയമജ്ഞർ എന്നുള്ളത്. അവർക്ക് എല്ലായിടത്തും അങ്ങനെ ചെയ്യാൻ പറ്റും. മേൽക്കോടതി പോയാൽ അതിന് ശക്തി തിരിച്ചടി കിട്ടുമെന്ന് അറിയുകയും ചെയ്യാം. അതുകൊണ്ടായിരിക്കും. പക്ഷെ അതൊരു ഗംഭീരം വിധി. അതായത് രാജ്മോഹൻ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പിണറായി വിജയനോടും ഇദ്ദേഹത്തിൻ്റെ സർക്കാരിനോടുമുള്ള എനിക്ക് ഭയങ്കര വിരോധമാണ്. പലരും ചോദിക്കും നിങ്ങൾക്ക് എന്നെ പിണറായി വിരോധമെന്നാണ്. എനിക്ക് CPM വിരോധമല്ല, പിണറായി വിരോധമാണ്. അതിപ്പം എനിക്ക് അദ്ദേഹത്തോട് ആകെപ്പാടെ ഒരു സിമ്പതി തോന്നിയത്, ഒരു സ്നേഹം തോന്നിയത്, അദ്ദേഹം ഈ അൻവറിൻ്റെ പ്രശ്നമുണ്ടായ സമയത്ത് മറുനാടനെ പരാമർശിക്കുമ്പോൾ ബഹുമാനത്തോടെ സംസാരിച്ചു എന്നുള്ളതാണ്. അതെ, കെ സുരേന്ദ്രൻ്റെ ഭാഷയിലല്ല, കെ സുരേന്ദ്രൻ്റെ ഭാഷയിലല്ല അദ്ദേഹം എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്ന് സംസാരിക്കുകയും അദ്ദേഹം ആ ഒരു ഇതിൽ മാത്രമാണ് എനിക്ക് ഒരു സ്നേഹവും ബഹുമാനം തോന്നി. അല്ലാതെ ഈ അതേസമയം സുരേന്ദ്രൻ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞ വീട്ടിൽ കയറി തല്ലും, പിന്നെ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായില്ല. അപ്പം നിരന്തരം സുരേന്ദ്രൻ എന്നെ അത്ഭുതപ്പെടുത്തും, നിരാശപ്പെടുത്തും. നിരന്തരം സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് കെട്ട് കയറുവാണ്. അല്ല, ഇദ്ദേഹം നേതാവായതിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അന്ന് ചാനൽ ചർച്ചകൾ മറ്റേ യുവജന സംഘടന നേതാവായിരുന്ന കാലത്ത് ചാനൽ ചർച്ചകൾ മാത്രമല്ല രാജ്മോഹൻ, ഈ RSSന് സുരേന്ദ്രന് താല്പര്യമില്ലായിരുന്നു. ഇയാളെക്കുറിച്ച് ചില അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇയാൾ പണ്ട് എന്തൊക്കെയോ കച്ചവടവും പരിപാടിയൊക്കെ നടത്തുന്ന മനുഷ്യനാണ്. ഇയാളെക്കുറിച്ച് ചില അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ വേണ്ട എന്നുള്ളതെന്ന് RSS നിലപാട്. അന്ന് പക്ഷേ ശ്രീധരൻ പിള്ള, നമ്മളടക്കമുള്ളവർ ശ്രീധരൻ പിള്ളയെ വിമർശിച്ചു. ശ്രീധരൻ പിള്ള ഒരു ജനകീയ നേതാവ് ആയിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ശബരിമല വിഷയത്തിൽ അന്ന് വലിയ പക്ഷേ ഇന്ന് ചിന്തിച്ചു നോക്കുമ്പം ശ്രീധരൻ പിള്ള എടുത്ത നിലപാടെന്ന് പറയുന്നത് ഒരു പരിധിവരെ സാധാരണ പ്രവർത്തകർക്കുണ്ട്. കാരണം ഈ ആവേശം കൊണ്ടങ്ങ് ചെല്ലാം. മുഖ്യമന്ത്രി പിണറായി ഇപ്പോഴും ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 100 കണക്കിന് ആളുകൾക്കെതിരെ കേസുണ്ട്. പിള്ളേർക്ക് അവന്മാരെല്ലാം കോടതി കയറി പോയി ആരുമില്ല. ഇത് കോടതിയിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ പ്രതി അല്ലെങ്കിൽ പോലും പ്രതിയാകുമെന്ന് കരുതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന 2 പേര്, അവർക്ക് നിയമപരമായ ഒരു ഉത്തരവാദിത്തം, ഒരു മനോജ് കുമാർ ബിജു, ഈ 2 പേരെയും പ്രതിയാക്കിക്കൊണ്ടൊരു കേസ് വന്നു. നമ്മൾ മറുനാടൻ പ്രതിയാണ്. അപ്പോൾ നമ്മൾ കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മൾ ജാമ്യം. പക്ഷേ
ഒരു കാര്യമില്ലാതെ അവരും ഇതിൻ്റെ അകത്ത് വന്ന് ജാമ്യം എടുക്കേണ്ടി വരും. കാരണം അവരും പ്രതികളാണ്. അപ്പം നമ്മൾ പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിരപരാധിയാണെന്ന് തെളിയുന്നതിന് നെക്സ്റ്റ് സ്റ്റേജിലാണ്. അതുവരെ ഇതിന് പുറകെ നടക്കണം. അപ്പം ഈ വക്കീലന്മാർക്ക് കൊടുക്കുന്ന ഫീസ് ആര് കൊടുക്കും? ഈ CPM കേട്ടിട്ടുണ്ട്. CPM അവരെ പ്രവർത്തകർ നേതാക്കന്മാർ കേസിൽപ്പെട്ട പാർട്ടി കേസ് നടത്തി കൊടുക്കുന്നു. മറ്റുള്ള പാർട്ടികൾക്ക് ഒന്നും നടത്തി കൊടുക്കാറില്ല. BJP കോൺഗ്രസോ ഇല്ല എന്നാണ്. അല്ല, അത് ഒരു പാർട്ടി, അതായത് ഈ CPM എല്ലാ കോടതികളിലും അവരുടെ വക്കീലുണ്ട്. ഇപ്പം ഞാൻ SFI പ്രവർത്തിച്ചിരുന്ന കാലത്ത് കേസ് വന്നിട്ടുണ്ട്. അന്ന് നമുക്കിതിന് പുറകെ ആ പണി 2 തവണ കോടതി പോയിട്ട് വന്നല്ലാതെ നമുക്ക് ഈ വക്കീലാരെന്നൊന്നും അറിയത്തില്ല. നമ്മൾ കോടതി ചെന്നു, അവർ ചെയ്തു, ആ കേസ് തീർന്നു കാണുമായിരിക്കും. കാരണം കോളേജ് പഠിച്ചിരുന്ന കേസല്ല, ആ കേസിന് എന്ത് സംഭവിച്ചത് പോലും നമുക്കറിയത്തില്ല. ആലോചിച്ച് നോക്കിയേ, ഞാൻ പോയി ജാമ്യം എടുത്ത് ഓർക്കുന്നുണ്ട്. 2 കേസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് പോയി ജാമ്യം എടുത്ത് ചിലപ്പോൾ തീർന്നു. നമ്മളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. 1 രൂപ നമ്മൾ അല്ല പൈസ ഉണ്ടോ നമുക്ക്? ജാമ്യക്കാരെ നമ്മൾ പക്ഷേ പലരും കൊണ്ടുപോകണമായിരുന്നു. അല്ല അവർ തരുമെന്നൊക്കെ പറയുന്നത്. നമ്മൾ പക്ഷേ ഞങ്ങൾക്ക് അയലോക്കത്ത് ഞങ്ങൾക്ക് അപ്പിച്ചാൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ ഞങ്ങളോട് വരും, തങ്കപ്പ ചേട്ടൻ അപ്പിച്ചാൻ 2 പേരും വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമില്ലായിരുന്നു. അപ്പം ഇവിടെ ഈ ശ്രീധരൻപിള്ള വിരുദ്ധ വികാരം നമ്മളൊക്കെ അന്ന് സർവേ നടത്തി. അന്ന് പുള്ളി ഇത് രംഗത്തിറങ്ങി. പുള്ളി അന്ന് എനിക്കൊന്ന് ഇരുമണിക്കെട്ടൊക്കെ നിലത്തിട്ടിട്ട് ആവേശം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ഹൈപ്പിലാണ് സുരേന്ദ്രനാഥ്. പക്ഷെ അദ്ദേഹത്തിനത് ഇപ്പോൾ അധികാരത്തെത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയും പിടിച്ചുണ്ടാക്കുക, പാർട്ടിയെ ഒതുക്കുക, ആളുകളെ ഒതുക്കുക, അന്ന് സഹകരിച്ചിട്ട് ഇല്ലാതാക്കുക എന്നൊക്കെ. പിന്നെ പ്രശ്നം വളരെ ചെറുപ്പത്തിൽ, അതായത് BJPയുടെ പ്രസിഡന്റ് ആകുക എന്നുള്ളത് അർഹതപ്പെടുന്നതിന് മുമ്പുള്ള നേരത്തെ കിട്ടിയതിന് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രനായിരിക്കും. അതിനുള്ളൊരു കുഴപ്പമുണ്ട്. ഇപ്പം മുരളീധരനാണെങ്കിലും ശ്രീധരൻപിള്ളയാണെങ്കിലും കുമ്മൻ രാജശേഖരനാണെങ്കിലും അങ്ങനെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നവർക്കൊക്കെ അവർക്ക് പിന്നീട് ഒരു എന്തെങ്കിലുമൊക്കെ പദവികളുണ്ടായിരുന്നു. ശ്രീധരൻപിള്ള ഗവർണറായിട്ട് എത്രാമത്തെ വർഷമാണ്? അപ്പോൾ 5 വർഷം കഴിഞ്ഞു തോന്നുന്നു. അതിന് കാലാവധി കഴിഞ്ഞു തോന്നുന്നു. അല്ല, 2ാം തവണ വന്നില്ലേ? മിസോറാമിൽ വന്നു, പിന്നീട് പിന്നെ മാറി ഗോവയിൽ വന്നു. എനിക്കൊന്ന് അദ്ദേഹം 2ാം തവണയായെന്ന് തോന്നുന്നു. മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി, മഹാരാഷ്ട്ര വിദേശകാര്യ സഹമന്ത്രിയായി. ഇപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്വം മഹാരാഷ്ട്ര ചുമതലയൊക്കെ ഉണ്ടെന്നുണ്ട് അദ്ദേഹത്തിന് ഇനിയും കിട്ടും. കാരണം അദ്ദേഹത്തിന് ഹിന്ദി അറിയാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഈ മുരളീധരൻ CPMലോ കോൺഗ്രസിലോ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നു. അത്ര പ്രഗത്ഭനാണ്. പക്ഷെ സുരേന്ദ്രന് ഇതോടെ അവസാനിക്കും. പ്രത്യേകിച്ച് കഴിവൊന്നില്ല. ഈ പുച്ഛഭാവം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും പുച്ഛിക്കുക, തെറിവിളിക്കുന്ന ഭാവം ഇതിൽ അവസാനിക്കും. അപ്പോൾ എനിവേ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാജ്മോഹൻ, ഈ പിണറായി വിജയൻ്റെ ഒരു വൃത്തികേടെന്ന് പറയുന്നത് ഈ ശബരിമലയിൽ ചെയ്തതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു നീച മനസ്സുള്ള മനുഷ്യനായി അങ്ങ് മാറുകയാണ്. എന്തും ചെയ്യും, എങ്ങനെയും ചെയ്യും. ഉദാഹരണത്തിന് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അദ്ദേഹം ഈ പെരിയയിലെ കുട്ടികളെ കൊന്ന ക്രൂരന്മാർക്ക് വേണ്ടി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് സുപ്രീം കോടതി കേസാണ്. എത്ര ലക്ഷം രൂപ മുടക്കി? 1 ലക്ഷം. അത് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് വാദിച്ചു, സുപ്രീം കോടതിയിൽ വെച്ച് വാദിച്ചു. ഇങ്ങനെ ഈ ഷുഹൈബ് കൊലക്കേസിൽ അത് TP മരിച്ചതിന് ശേഷം മുതൽ കുലംകുത്തി തന്നെ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തിന്മയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ നിലവിലുള്ള വ്യവസ്ഥാപിത സംവിധാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പാർട്ടിക്കാരെ തിരികെ കയറ്റി. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന സരിതയുടെ ഒരു ടെലിഫോൺ സംഭാഷണമാണ്. സരിത ഈ നിയമനത്തിന് KTDCയിലും മറ്റും ബിവറേജ് കോർപ്പറേഷൻ KTDC നിയമത്തിനോട് കാശ് സംഘടിപ്പിച്ചിരുന്നു. സരിത CPMൻ്റെ ആ ഒരു കളങ്കിത CPMൻ്റെ ഒരു പ്രതീകമാണ് സരിത. എന്നാൽ അവരെ പാർട്ടി അധികാരത്തെത്തിക്കാനൊക്കെ അവർ സഹായിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സരിത കളക്ട് ചെയ്യുമ്പോൾ സരിതയുടെ സംഭാഷണമുണ്ട്. സംഭാഷണത്തിൽ സരിത പറയുന്നുണ്ട്, പാർട്ടിയുടെ പോളിസി എന്ന് പറയുന്നത് പരമാവധി വീടുകളിൽ ഇങ്ങനെ അനധികൃതമായി ജോലി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു 10-25 വോട്ടാണ്. അവരും അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും. അപ്പോൾ ഇവർ ചെയ്യുന്നത് മുഴുവൻ അനധികൃതമായി ആളെ തിരികെ കയറ്റും. PSC പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് ഒരു വിലയില്ല. നേരത്തെ പാർട്ടി സ്ഥാപനങ്ങളിൽ ആൾക്ക് സ്ഥിരം ജോലി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു എന്ന് തോന്നുന്നു. പകരം സർക്കാർ സർക്കാരിലേക്ക് കയറ്റി. പാർട്ടി സ്ഥാപനങ്ങൾ അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കയറ്റുമായിരുന്നു. നമുക്ക് മനസ്സിലായി. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിലേക്ക് ഇവരതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഈ ഒഴിവുകൾ ഗ്യാപ്പ് വരുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലോ ഒഴിവ് വരുമ്പോൾ ആ ഒഴിവ് നികത്താൻ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കേണ്ടി വരും. ഈ ഒഴിവ് കറക്റ്റ് സമയത്ത്, ഇപ്പം ഞാൻ പറഞ്ഞ രാജ്ഭവൻ റിട്ടയർ ചെയ്യാൻ പോകുന്നത് 2025 മാർച്ചിലാണ് എന്ന് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ 2025 മാർച്ചിലാണ് റിട്ടയർ ചെയ്യുന്നത്. 2024 മാർച്ച് മുതൽ നടപടിക്രമങ്ങൾ ആരംഭിക്കണം. ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്യണം. അത്തരം വരുന്ന ഒഴിവുകളനുസരിച്ച് എല്ലാ ഓഫീസിലേക്ക് പോകുമല്ലോ. എല്ലാ റാങ്ക് ലിസ്റ്റുകളും 2025 മാർച്ച് 30 മുമ്പ് റെഡിയാണെങ്കിൽ രാജ്ഭവൻ റിട്ടയർ ചെയ്തതിന് പിറ്റേ ദിവസം പുതിയ ആൾക്ക് ജോലി കയറാം. ഇതിവർ ചെയ്യത്തില്ല എന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവർ താൽക്കാലികക്കാരെ കയറ്റും. എന്നിട്ട് താൽക്കാലികക്കാരെ ഇവർ പിന്നീട് സർക്കാർ പോകുന്നതിന് മുമ്പേ അങ്ങ് സ്ഥിരപ്പെടുത്തി. അത് സ്ഥിര പരിപാടിയാണ്. ഇങ്ങനെ
അത്തരത്തിലുള്ള ഒരു വലിയ അന്യായമാണ്. ആ അന്യായത്തിൻ്റെ ഒരു ഭീകര രൂപമാണ് വാസ്തവത്തിൽ ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന ഇതാണ്. ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ എല്ലായിടത്തും നടക്കുന്ന ഈ സംഭവമാണ്. ഇവിടെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയിൽ നമ്മുടെ കുറേ പത്രക്കാർ ഇങ്ങനെ തിരികെ കയറിയിട്ട് അവർ 25,000 രൂപ കോൺട്രാക്റ്റ് കയറി, എന്നിട്ട് അവരുടെ ശമ്പളം ഒറ്റയടിക്ക് ഏതാണ്ട് 1,00,000 രൂപ ഉയർത്തി, എന്നിട്ട് അവർ സ്ഥിരപ്പെടുത്തി. അത് കോടതി റദ്ദ് ചെയ്തിട്ടും അവർ പിരിച്ചുവിട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ സജീഷോ NB സജീഷ് അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഈ പറയുന്ന പല പ്രമുഖന്മാരും അവിടെ സുഖമായിട്ടിരിക്കുവാണ്. ഇവർക്കൊക്കെ വളഞ്ഞ വഴിയിലൂടെ വേറെ പല പദ്ധതികളുണ്ട്. ഇവർ സർക്കാരുമായിട്ട് ചേർന്ന് കൊടുക്കുന്നു, പിന്നെ അഡീഷണലായിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുന്നു, മറ്റേ ലൈബ്രറി അതായത്. അപ്പോൾ ഈ കൂട്ടത്തിലാണ് ഇവർ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കടന്ന രീതിയിലാണ് ഈ രാമേന്ദ്രൻ നായരുടെ മകന് നിയമനം കൊടുക്കുന്നത്. ആലോചിച്ചു. അതായത് രാമചന്ദ്രൻ നായർ എന്ന് പറയുന്നത് ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യനാണ്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ബാധ്യതയൊക്കെ ഉണ്ടാവും, എല്ലാ പൊതുപ്രവർത്തകർക്കും ബാധ്യത ഉണ്ടാവുമല്ലോ. പക്ഷെ അത്യാവശ്യം തരക്കേടില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മനുഷ്യനാണ് അയാൾ. 2 കൊല്ലം MLA ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ, മരിച്ചുപോയി. ഈ 2 കൊല്ലം MLA ആയിട്ടിരുന്ന് മരിച്ചു പോയപ്പം ആദ്യം ചെയ്തത് സർക്കാർ അയാളുടെ കടബാധ്യതകൾ എഴുതി തള്ളി. ആലോചിച്ച് നോക്കിയോ, ഒരാൾ ജനപ്രതിനിധിയായിട്ട് പോകുമ്പം സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്ത് കൊടുത്തിട്ട് നിൻ്റെ കടമെല്ലാം എഴുതി തള്ളിയിരിക്കുന്നു പറഞ്ഞു. അതും ഞാൻ ആ ഉത്തരവ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അയാളുടെ എല്ലാ കടബാധ്യതകളും തീർക്കാനാണ് വന്നത്. എത്ര ലക്ഷം രൂപ എന്ന് പോലും പറഞ്ഞിട്ടില്ല. മന്ത്രിസഭയുടെ തീരുമാനം കണക്ക് പുറത്തു വിട്ടിട്ടില്ല. കൂടാതെയാണ് അയാളുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി അയാളുടെ മകനെ ഗസറ്റർ റാങ്കിൽ അപൂർവമാണ് ഈ ഇത്തരത്തിൽ ആശ്രയം. എപ്പോഴും താഴത്തെ തട്ടിൽ ലാസ്റ്റ് ഗ്രേഡോ അല്ലെങ്കിൽ LD കണ്ടാ കയറുന്നു. അത്രേ ഉള്ളൂ. ഈ KSRTCയിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. KSRTCയിലെ ജീവനക്കാർ ഒരുപാട് മരണം സംഭവിക്കുന്ന ഒരു. അപ്പോൾ ഈ ജീവനക്കാർ മരിച്ചാൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ ഈ മരിക്കുന്ന ആളുകളുടെ നിയമനം നടത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു കണ്ടക്ടർ ലിസ്റ്റോ ഡ്രൈവർ ലിസ്റ്റോ പുറത്ത് വരുന്നതിന് തൊട്ട് മുമ്പ് നടത്തും. അപ്പം ഗുണമെന്ന് വെച്ചാൽ പ്രൊമോഷൻ ഇവർക്ക് കിട്ടും. ഈ ഫുൾ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ആണല്ലോ. ആ പ്രൊമോഷൻ ലിസ്റ്റിന് ഒരാഴ്ച മുമ്പായിരിക്കും ഇത് വരുന്നത്. അപ്പം ഇൻസ്പെക്ടർ അടക്കം അങ്ങനെ മുകളിലേക്ക് മാറി ഈവൻ ഇങ്ങനെ ആശ്രിത നിയമത്തിൽ കയറുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരാറുണ്ട് KSRTCയിൽ. ഇത് മാത്രമല്ല KSRTC മിനിസ്ട്രിയൽ സ്റ്റാഫ് ഇപ്പം KSRTCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ ചെന്നാൽ അവിടെ ഇരിക്കുന്ന 90% പേരും ഈ ആശ്രിത നിയമനത്തിൽ വന്നവരാണ്. മാത്രമല്ല ഈ പലപ്പോഴും ഈ കണ്ടക്ടറായിട്ട് കയറുന്ന ചില ആളുകൾ പിന്നെ പെട്ടെന്ന് മിനിസ്ട്രി സ്റ്റാഫായിട്ട് മാറും. യൂണിയനിൽ സ്വാധീനം അവർക്ക് പ്രമോഷൻ സാധ്യത കൂടുതലാണ്. അവർ പെട്ടെന്ന് പോകും. ഒരിക്കലും ഒരു KSRTC ജീവനക്കാരൻ്റെ ഒരു തമാശ നടന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ KSRTC കണ്ടക്ടറായിരുന്ന ഒരാൾ അയാൾക്ക് സുഖമില്ല എന്ന് കാട്ടിയാണ് അയാൾ ഈ കണ്ടക്ടർ പദവിയിൽ നിന്ന് മറ്റേ ഓഫീസ് സ്റ്റാഫിലേക്ക് മാറിയത്. പിന്നീട് സംഭവിച്ചത് ഇയാൾ SA സെലക്ഷന് പോയിരുന്നു. അവിടെ പോകുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ ഇവിടെ അതൊന്ന് കത്തെഴുതി അയച്ചു കൊടുക്കുന്നതാണ്. ഇയാൾ രോഗി ആണെന്ന് കാണിച്ചാണ് ഈ കണ്ടക്ടർ ജോലി ഇവിടെ കയറി ജോലി കിട്ടിയില്ല എന്ന് കേട്ടിട്ടുണ്ട്. സത്യമായിരിക്കും, അത് ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് രാമേന്ദ്രൻ നായരുടെ ആ കടവ് എഴുതി തള്ളി മകനെ ഗസറ്റ് റാങ്കിൽ കയറ്റി. കൂട്ടത്തിൽ നമ്മളെ പാവപ്പെട്ട ഉഴവൂർ വിജയന്റെ കുറച്ച് സഹായം കൂടെ ചെയ്ത് കൊടുത്തത്. അയാൾ പാവപ്പെട്ട 25 ലക്ഷം രൂപ. ഇതാണ് ലോകായുക്ത ഒരു കുഴപ്പമില്ല നല്ലതാണെന്ന് വിധിച്ചത്. ആലോചിച്ച് നോക്കി. ലോകായുക്തയുടെ വിധിയാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരാണ് അവിടെ ഇരിക്കുന്നത്. ഈ സുപ്രീം കോടതി ഈ കേസ് എടുത്തിട്ട് അപ്പം തന്നെ പറഞ്ഞു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ MLA സർക്കാർ ഉദ്യോഗസ്ഥനല്ല. ഒരു MLAയുടെ മകൻ ആശ്രിത നിയമനം കൊടുക്കാൻ ഉളുപ്പില്ലായ്മ ആലോചിച്ച് നോക്കി. അതെടുത്ത് വലിച്ചു CH അത് അന്ന് അന്തരിച്ചപ്പോൾ അതിൻ്റെ മകൻ ഡോക്ടർ മുനീറിനൊക്കെ തന്നെ പഠന ചെലവ് സർക്കാർ കൊടുത്തു എന്ന് തോന്നുന്നു. അതല്ലാതെ ഒരിക്കലും ആശ്രയ നിയമനത്തിന് വേറെ കാര്യത്തിനും പോയിട്ട് എന്തോ സഹായം ചെയ്തു കൊടുത്തു. അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ CHനെ പോലെ അതായത് മുഖ്യമന്ത്രി പദവി വരെ എത്തിയിട്ട് അയാൾ അഴിമതിക്കാരനായി ഒന്നും സമ്പാദിച്ചില്ല. കടങ്ങൾ അദ്ദേഹം മരിക്കുമ്പോൾ കടബാധ്യതകളാണ്. അപ്പം സ്വാഭാവികമായും സഹായിക്കും. അതിനാർക്കും വിരോധം ഇല്ലല്ലോ. അത് പഠന ചെലവാണ്. പഠന ചെലവ് മാത്രമാണ്. ഇതുപോലെ ലക്ഷങ്ങൾ എണ്ണി കൊടുത്ത പരിപാടി അല്ല ഇത്. പക്ഷേ ഈ ഒരാൾ MLA ആയിരുന്നതിൻ്റെ പേരിൽ മകന് PSC റാങ്ക് ലിസ്റ്റ് മറികടന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദ കെട്ട രീതിയാണ്. അല്ല മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി ഇത് ലോ ഓഫ് ദി ലാൻഡ് ആവില്ലേ? എപ്പോഴും രാജ്യം മുഴുവൻ ആയില്ലേ? അല്ല രാജ്യം മുഴുവൻ ആകാനായിട്ട് ഇവിടെ അല്ലാതെ വേറെ എവിടെ അവിടെ മക്കൾ അടുത്ത് മുഖ്യമന്ത്രിക്ക് ആവില്ല. അതിന് കുഴപ്പമില്ലല്ലോ. അതിന് കുഴപ്പമില്ല. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ രാമേന്ദ്രൻ നായർ മരിച്ചു പോയത് കൊണ്ടുള്ളൊരു ഗുണം സജി ചെറിയാൻ എന്ന് പറയുന്ന നേതാവ് ഉദയം ചെയ്തു. ഈ സജി നമ്മൾ എന്തെല്ലാം കുഴപ്പം പറഞ്ഞപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ആ കേരളീയോ എന്ന് പറഞ്ഞൊരു കേരളീയോ എന്ന് പറഞ്ഞൊരു ചെങ്ങന്നൂർ ബേസ് ഒരു ഓൺലൈൻ പോർട്ടലും യൂട്യൂബ് ചാനലൊക്കെയാണ്. പത്മകുമാർ എന്ന് പറയുന്നത് നല്ല മനുഷ്യന്.
വളരെ ഞാൻ പറഞ്ഞ ഈ ഓൺലൈൻ രംഗത്ത് പലപ്പോഴും പുഴുക്കുത്തുകളാണ് കൂടുതലുള്ളത്, ഈ ബ്ലാക്ക് മെയിലേഴ്സ്. അതിൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് ഈ പത്മകുമാർ എന്ന് പറഞ്ഞത്. പത്മകുമാറിനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു. പത്മകുമാർ എന്നെ വിളിച്ചു എന്തോ ഒരു വാർത്തയെ ബന്ധപ്പെട്ട്. അപ്പോൾ പത്മകുമാറിനോട് ഞാൻ ചോദിച്ചു, ചെങ്ങന്നൂരാണല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ, നമുക്ക് അന്നേരപ്പെട്ട ഓർമ്മ വരും. അപ്പം സാറേ അത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല സജി ചെറിയാൻ. അങ്ങനെ പ്രസംഗമൊക്കെ പറഞ്ഞ് കാണാം, അത് നിയമപരമായിട്ട് തരും. പക്ഷേ അദ്ദേഹം ഒരു ജനകീയനാണ്. അദ്ദേഹം ഈ CPM അല്ല, കോൺഗ്രസ് അല്ല, ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്കൊപ്പം 24 മണിക്കൂറും ജനങ്ങൾക്കൊപ്പമാണ്. അത് പലരും എന്നോട് പറഞ്ഞു. വെള്ളപ്പൊക്കം നിലവിളിച്ചത് യാഥാർത്ഥ്യമാണ്, അതല്ല വെറുതെ അഭിനയമായിരുന്നില്ല. അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ നിയമവിരുദ്ധമാണ്, അദ്ദേഹം ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല. പക്ഷേ CPMൻ്റെ ഒരു ലൈനാണ്, CPM ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ അംഗീകരിച്ചത് 5-8 വർഷം മുമ്പാണ്. കുറച്ചാണ് മുമ്പ്. അത് സ്വാതന്ത്ര്യം ആഘോഷിക്കില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ CPM സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നില്ല. അന്ന് അവരെന്തോ മനുഷ്യച്ചെങ്കിലും അങ്ങനെ വേറെ പലതും ചെയ്യും, പല പ്രതിഷേധനം പോലെ അത് സായിപ്പ് മാറിയിട്ട് വേറെ സായിപ്പ്. CPMൻ്റെ നയമാണ്. പക്ഷെ ആ പാവപ്പെട്ടൻ കരുതി ഇതൊക്കെ പറയാൻ ഞാൻ ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്ത് അടവ് നയമാണ് തന്നെ മന്ത്രിയാക്കിയത് മറന്നുപോയി. അത് അഭിഭാഷകനല്ലായിരിക്കാം ഒരുപക്ഷെ, ശ്രദ്ധിച്ചാൽ. സജി ചെറിയാൻ എൻ്റെ നിലപാട് ഞാൻ വീണ്ടും നമ്മളതിനെ അദ്ദേഹം വിമർശിക്കുന്ന ആളാണ്. ഈ പ്രസംഗം കൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കാൻ യോഗ്യനല്ല. പക്ഷെ അദ്ദേഹം വലിയ ജനകീയനാണെന്നും ചെങ്ങന്നൂർ ഇതിപ്പോൾ പിണറായിക്കെതിരെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയാലും എല്ലായിടത്തും തോറ്റാലും ചെങ്ങന്നൂർ സജി ചെറിയാൻ തോക്കത്തില്ലെന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അല്ല, മാത്രം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ വൃദ്ധസാധനം പോലുള്ളതുണ്ട്. പിന്നെന്താ ഈ ഇൻ്റർനെറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉള്ള പകൽ സംരക്ഷണമൊക്കെ, അങ്ങനെ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരുപാട് കാര്യം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ. കഴിഞ്ഞ അന്നത്തെ ഈ ബൈലക്ഷൻ കാലത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ അത്ഭുതപ്പെട്ടു വരുന്നു. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, പക്ഷേ വോട്ട് സഹിച്ചറിയാൻ ചെയ്യും. കാരണം സുഖത്തിൽ കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ പകൽ അതിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്ത് നോക്കാനുള്ള സ്ഥാപനം ഉണ്ടല്ലോ. ഈ സജി ചെറിയാൻ്റെ ഒരു മോഡൽ എടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നത്. നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലം മനോഹര സ്ഥലമാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ. അപ്പം ഞാൻ ഇന്നലെ മുനമ്പത്ത് പോയല്ലോ. മുൻപത്ത് പോയത് എരുമേലിയിൽ നിന്നാണ്. എരുമേലി അമ്മയെ കണ്ടിട്ട് അമ്മയോട് വർത്താനം പറഞ്ഞ് തലേദിവസം പോയി എരുമേലി പോയി അമ്മയെ പോയി കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 10:30 അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വാസത്തിൽ മുളന്തുരുത്ത് വഴി എറണാകുളം വഴിയാണ് പോകേണ്ടത്. ഞാൻ പോയില്ല. ഞാൻ നേരെ ഈ നമ്മളെ ഇങ്ങോട്ട് പോയി, നമ്മുടെ തൊടുപുഴ, പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, അവിടുന്ന് കാലടി ചെന്നിട്ട് കാലടി പോയില്ല. അതിന് മുമ്പ് ഞാൻ പെരുമ്പാവൂരിന് മുമ്പ് നമ്മുടെ മുരളിതുമ്മാരൻകുടിയുടെ വെങ്ങോലയില്ലേ, വെങ്ങോല വഴി ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ ഇറങ്ങിയിട്ട് ആലുവയിൽ നിന്ന് തിരിഞ്ഞ് നേരെ ഞാൻ നോർത്ത് പറവൂരിൽ നിന്നു. സത്യം പറഞ്ഞാൽ നോർത്ത് പറവൂർ അവിടെ നിന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോർത്ത് പറവൂർ ഇതുവരെ കണ്ടിട്ടില്ല, പോയിട്ടില്ല ആദ്യമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പി നോർത്ത് പറവൂർ ചെന്നപ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് മുസാറീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടു. അത് കയറിയ സെക്യൂരിറ്റിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലെന്നോ നമ്മൾ വന്നത്. എനിക്കത് ഡ്യൂട്ടിയുടെ കാര്യം അദ്ദേഹം ഗവനിച്ചില്ല കാര്യമായിട്ട് നമ്മളെ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി തിരക്കേട് നല്ല ഫുഡായിരുന്നു. ഈ നോർത്ത് പറവൂരിൽ നിന്ന് കയറിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് നമ്മൾ മുനമ്പത്ത് പോകുന്നത്. ഞാൻ ഈ നോർത്ത് പറവൂരിൽ ചെന്ന് ഇരിക്കുമ്പം ഞാൻ നോക്കിയത് വലിയ സ്ഥലമൊന്നുമല്ല, ചെറിയ സ്ഥലമാണ്. വലിയൊരു നഗരമൊന്നും നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ചെറിയൊരു ടൗണാണ്. പുതുപ്പള്ളിയൊക്കെ പോലത്തെ ഒരു ചെറിയ ടൗണാണ്. അവിടെ വലിയ ജനകീയനാണ് ഈ VD സതീശൻ. അവിടെ ഫ്ലക്സ് ഒന്നുമില്ല, പക്ഷേ ഒരു 40,000-30,000 വോട്ട് പിണറായി തരംഗത്തിലും അയാൾ പിടിച്ചത്. ആ നാട്ടുകാരനല്ല എന്നുള്ളതാണ് പ്രധാനം. മരട് സ്വദേശിയാണ് അദ്ദേഹം, അവിടെ ഉള്ള ആളാണ്. പക്ഷെ അതിന് അവിടെ പോയി അവിടുത്തെ കാരണമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ വിജയം. അങ്ങനെ തിരുവഞ്ചൂർ അങ്ങനെയാ ആണ്. ഇപ്പൊ പിന്നെ കെ ബാബു അദ്ദേഹം തൃപ്പൂണിത്തുറ ഒടുവിൽ ഇപ്പൊ വീണ്ടും ജയിച്ചു. കുഞ്ഞാലിക്കുട്ടി തോറ്റില്ലേ, എല്ലാവരും തോറ്റില്ലേ. അങ്ങനെ ഒരു അദ്ദേഹം ശരിക്കും അങ്കമാലിക്കാരനാണ്, കെ ബാബു അങ്കമാലിക്കാരനാണ്. പക്ഷെ അത് തൃപ്പൂണിത്തുറക്കാരനായി മാറി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അല്ല, അങ്ങനെ ഓരോരുത്തരും ശ്രമിച്ചാൽ ആ മണ്ഡലം ഉറപ്പായിട്ടും കിട്ടും. വാസ്തവത്തിൽ ഞാൻ നമ്മുടെ വാഴക്കനോട് എപ്പോഴും പറയാറുണ്ട്, വാഴക്കൻ ആ ഒരു മണ്ഡലം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് സ്വന്തം ഒന്ന് ആലോചിക്കും, ഒരു മണ്ഡലം മൂവാറ്റുപുഴയിൽ മണ്ഡലം കിട്ടിയിട്ട് ആ മണ്ഡലം നഷ്ടപ്പെടുത്തിയിട്ട് അവസാനം ആ സീറ്റ് വാഴക്കൻ നഷ്ടപ്പെട്ട് കുഴനാടൻ കൊണ്ടുപോയി. ഇനി ആ സീറ്റ് കിട്ടുമോ? കുഴനാടൻ കൊണ്ടുപോയി കുഴനാടൻ്റേതായി. വാഴക്കൻ എവിടെ ഇനി മണ്ഡലം? ഞാൻ പറഞ്ഞ ഒരു മണ്ഡലം സ്വന്തമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ആ മണ്ഡലം നമ്മൾ കൈപ്പിടിയിലാക്കി പരിപാലിച്ച് കൊണ്ടുപോകുക, നമ്മൾ അതിനെ വളർത്തി നമ്മുടേതായ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയ കഴിവുണ്ട്. അപ്പം ഇതാണ് സജി ചെറിയാൻ്റെ കാര്യം പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോഴും ഇവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു? അതായത് നമ്മുടെ ഖജനാവിലെ പണം എടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പാർട്ടിക്കാർക്ക് വീതിച്ചു കൊടുക്കുക,
അത് എന്നിട്ട് ആശ്രിത നിയമനമാണ്, അതിന് അവകാശം മന്ത്രിസഭയ്ക്കുണ്ട്. മന്ത്രിസഭയ്ക്ക് തോന്നിയ പോലെ തീരുമാനിക്കാൻ പറ്റും. അല്ല, മാത്രമല്ല എനിക്ക് അവിടെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ മന്ത്രിമാരെല്ലാം ഇക്കാര്യത്തിൽ ഉപദേശിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരും ഒക്കെ, ഇവരാരും ഇത് മനസ്സിലാക്കിയിരുന്നില്ല? ഞാനിത് ഇന്നാളും പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ രാഷ്ട്രീയക്കാരല്ല, സിവിൽ സർവീസുകാരാണ്, പ്രത്യേകിച്ച് IASകാരാണ്. IASകാരിൽ ഭൂരിപക്ഷം 90% മാന്യന്മാരാണ്, സത്യസന്ധരാണ്, നമ്മുടെ അശോകനെയും പ്രശാന്തിനെയൊക്കെ പോലെ. പക്ഷേ 10% കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവർ നടത്തുന്ന അഴിമതി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഈ അഴിമതിയുടെ വഴി രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവരാണല്ലോ. ഇവർ കോടികളാണ് സമ്പാദിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നമാണ്, ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കത്തില്ലേ, രാജ്മോഹൻ ഈ ഇൻകം ടാക്സും നമ്മുടെ എല്ലാ സംവിധാനം എല്ലാം ഉണ്ടല്ലോ, എല്ലാം സിവിൽ സർവീസുകാരല്ലേ, ഇവരെ ബാച്ച്മാൻസ് ആയിരിക്കും പലതിലും. ഇവിടെ നമ്മൾ അത്ഭുതത്തോടെ പറയും CBIക്ക് വിടണം എന്ന് പറയും. ഈ CBIയിൽ പോയി കേരള പോലീസ് അന്വേഷിക്കാത്തൊരു കേസ് CBI ഏറ്റെടുക്കുന്നു. CBIയിൽ നിയന്ത്രണം ആരാണ്? IPSകാരല്ലേ. ഈ IPSകാരുടെ ബാച്ച്മേറ്റ് ആയിരിക്കും ഇവിടുത്തെ ഒരു IGO DIGO ഒക്കെ. അപ്പം ഇവിടുന്ന് ഒരു DIG വിളിച്ചു പറഞ്ഞാൽ ഏത് CBI ഓഫീസറും അങ്ങ് വെള്ളം. മാത്രമല്ല എപ്പോഴും എല്ലാ സ്റ്റേറ്റിലെയും സർവീസിൽ നിന്നും സാധാരണ സ്റ്റേറ്റ് സർവീസിലെ പോലീസുകാർ CBI ജോലി ഡെപ്യൂട്ടേഷൻ പോകും. അല്ല, അതിനേക്കാൾ വലുത് അത് പിന്നെ താഴെ ഇപ്പം ഞാൻ CBIയിലെ ഇൻസ്പെക്ടർമാർ, അതായത് കേസ് അന്വേഷിക്കുന്ന CA റാങ്കിലുള്ള ഇൻസ്പെക്ടർമാർ പൊതുവെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ളവരാണ്. അവർ എല്ലാ സർവീസിൽ നിന്നും പ്രഗത്ഭരെ ഇങ്ങനെ എടുത്ത്. പക്ഷേ ഈ മുകളിലിരിക്കുന്ന ഓഫീസർമാർ ഒരേ റാങ്കുള്ളവരാണ്. ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം. ഒന്ന് മോദിയുടെ പോലീസും മറ്റേത് പിണറായിയുടെ പോലീസും വ്യത്യാസമുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്. എനിക്ക് കേരള പോലീസിൽ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ ബെഹ്റ പിണറായി. എന്തുകൊണ്ട്? ബെഹ്റ വളരെ കൃത്യമായി മോദിയുടെയും BJPയുടെ ആളാണ്. എന്തുകൊണ്ടാണ് പിണറായി കൃത്യമായി ചേർത്ത് പിടിച്ചത്? കാരണം ബെഹ്റ NIA പ്രവർത്തിച്ചിരുന്നതാണ്. ആ ബെഹ്റയുടെ സഹപ്രവർത്തകരെല്ലാം ബെഹ്റയുടെ സുഹൃത്തുക്കളാണ്. അവിടെ പിണറായിയുടെ ഒരു കേസ് ഉണ്ടായാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ ബെഹ്റ വളരെ എളുപ്പത്തിൽ കൈകാര്യം. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു ഗുണം, ഓൾ ഇന്ത്യ സർവീസ് ആയതുകൊണ്ട് തന്നെ ഇവർ ബാച്ച്മേറ്റായിരുന്നവരും സുഹൃത്തുക്കളൊക്കെ കാണും ഇഷ്ടം പോലെ. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു എന്താ പറയുക, ഒരു നെക്സസ് തന്നെയാണ് കാലം. ഇപ്പം ഇൻകം ടാക്സ് അതും സിവിൽ സർവീസിൽ കെടുന്നവരാണ്. ഞാൻ പറഞ്ഞത് ഈ IFSഉം IRSഉം IPS ഒക്കെ കഴിഞ്ഞ് താഴെ IRS വരും. ഈ IRSകാരാണ് ഇൻകം ടാക്സിലും GSTയിലും മറ്റേ കസ്റ്റംസും ഒക്കെ ഇരിക്കുന്നത്. അതായത് ഇവരെക്കാൾ പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞവരാണ്. IAS ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ ഇവർ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അപ്പോൾ ഒരുത്തൻ എത്ര കട്ടുമുട്ടിച്ചാലും എത്ര സമ്പാദിച്ചാലും ഇവരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. അല്ല, മാത്രമല്ല വേറൊരു വലിയ വിഷയമുള്ളത്, ഈ IAS ഉദ്യോഗസ്ഥന് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടത് തലപ്പത്തിരിക്കണം ചീഫ് സെക്രട്ടറി, അവർ IASകാരനാണ്. അവർ പറഞ്ഞ അവർ അനുസരിക്കാൻ അവർ നിർബന്ധിതരുമാണ് പലപ്പോഴും. അതൊക്കെ പിന്നെ തൻ്റെ ഇടമുള്ളവൻ വേണേൽ കുറച്ചൊക്കെ പറ്റി നിൽക്കാം. അപ്പം ഞാൻ പറഞ്ഞത് വലിയ ഒരു അഴിമതി ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥ അഴിമതിയാണ് യഥാർത്ഥത്തിലുള്ള അഴിമതി. ഇത് കൺട്രോൾ ചെയ്യാൻ ഇവർ അഴിമതിക്കാരായതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്താൻ പറ്റുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഞാൻ അഴിമതി നടത്തത്തില്ല എന്ന് തീരുമാനിച്ചാൽ പെട്ടതിൻ്റെ രാഷ്ട്രീയക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരാണല്ലോ വഴി പറഞ്ഞു കൊടുക്കുന്നതിന്. അതെ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ തല ഊരാന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരാണെന്ന് അവർ വിഹിതം കൈപ്പറ്റുന്നത് കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയക്കാർ അഴിമതി നടത്താം. അല്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ഓരോ മേഖലയിലും നടക്കുന്ന ഇപ്പം ഓരോന്നിൻ്റെ ചെലവുകൾ ഇപ്പോൾ KSEBയിൽ ഒരാൾ എന്നോട് പറഞ്ഞാണ്, കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞാണ്, ഈ KSEBയിൽ ഈ കോടതിയിൽ അപ്പീലും മറ്റും പോകത്തില്ലേ, 1 കോടി രൂപയൊക്കെയാണ് ഒരു അപ്പീലിന് വേണ്ടി എഴുതിയെടുക്കുന്നതെന്ന് പറയുന്നത്. ചെലവ് വക്കീൽ ഫീസ്. അപ്പം ഞാൻ പറഞ്ഞേ തോന്നിയതുപോലെയാണ് ഈ സംവിധാനങ്ങളെന്ന് പറഞ്ഞത്. ഇതെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ഉളുപ്പില്ലാതെ ഒരല്പം നാണം വേണ്ട. ഈ നാണമില്ലാതെ ഒരു MLAയുടെ മകന് ജോലി കൊടുക്കുക, MLAയുടെ കട എഴുതി തള്ളുക. പ്രിയ വർഗീസിൻ്റെ അവസ്ഥ ഇത് തന്നെയല്ലേ? ഞാൻ ചോദിക്കുന്നത് PSC വഴി പരീക്ഷ എഴുതിയ ഈ രാഷ്ട്രീയക്കാരുടെ ആരുടെയും ഭാര്യമാർക്ക് പണി ഒരിക്കലും ജോലി കിട്ടില്ല. ഇവരെന്താ ചെയ്യുന്നത്? ആദ്യം കൊണ്ടുപോയി ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും കോളേജിൽ തിരികെ കയറ്റും. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോളേജുണ്ട്, കൊച്ചി ദേവസ്വം, എല്ലാ ദേവസ്വം ബോർഡ്. അപ്പോൾ അവിടെങ്കിലും തിരികെ കയറ്റും. എങ്ങനെയെങ്കിലും തട്ടിക്കുട്ടിയുടെ MA എടുത്തു കഴിഞ്ഞാൽ PhD കൊടുക്കേണ്ട ആരും ഇവരുടെ സർവകലാശാലയല്ലേ? വിഷയം വരെ കണ്ടുപിടിക്കും. ആൾ എഴുതി കൊടുക്കാൻ ആളുണ്ട്. ഇതിനൊന്നും വേണ്ടെന്നേ. ഞാൻ അവിടെ പോയി എന്തെങ്കിലും ഒരു സാധനം കോപ്പി ചെയ്ത് കൊടുത്താലും തരുന്ന ആരെ ഞാൻ നിയമിക്കുന്ന ഞാൻ CPMൻ്റെ ഒരു നേതാവാണ്, എനിക്കൊരു PhD വേണം. അപ്പം ഞാനൊരു PhD ഒരു തീസിസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ VC ഞാൻ നിയമിക്കുന്ന VC ആണെന്ന് വെച്ചോളൂ. ഇത് അങ്ങനെ ഒരു തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന വിദഗ്ധം പോലെ ഇവരുടെ ആളായിരിക്കും. അങ്ങനെ തട്ടിക്കൂട്ടി ഇവർ PhD എടുത്തിട്ട് ഇവർ ദേവസ്വം ബോർഡിലൂടെ കയറി, PSC പരീക്ഷ കിട്ടത്തില്ല, ദേവസ്വം ബോർഡിലൂടെ കയറി, എന്നിട്ട് അവിടെ ജോലി ചെയ്യാതെ ഒരു ഡെപ്യൂട്ടേഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ പോയി PhD എടുത്തിട്ട്
അത് സർവീസായ കാലയളവാണ് പ്രിയ വർഗീസ്, കെ രാഗേഷ്. മാത്രമല്ല ഇവർ പലരും ചെയ്യുന്ന അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒഴിവ് വരുമല്ലോ. കേരള സർവകലാശാല എല്ലാ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവ് വരുമ്പോൾ അവിടെ വലിയ പദവിയാണ്, യൂണിവേഴ്സിറ്റി സ്കെയിലാണല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കെയർ ഓഫിൽ അവിടെ ആദ്യം. അതെ അതെ, അവിടെ നിന്ന് ഒറ്റ ജമ്പിങ് ആണ് അടുത്ത വലിയ പദവിയിലേക്ക്. അല്ല, ഈ പ്രിയ വർഗീസ് അങ്ങനെ ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ പെട്ടെന്ന് അസോസിയേറ്റ് പ്രൊഫസറായി. മാത്രമേ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന കാലം അധ്യാപനമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കണക്കാക്കി അവർ NSSന്റെ കോർഡിനേറ്റർ സമയം കണക്കാക്കി, അവർ PhD പഠിക്കാൻ പോയ കണക്കാക്കി. അതായത് ഈ അസോസിയേറ്റ് പ്രൊഫസറുടെ ബേസിക് യോഗ്യതയാണ് PhD. ആ PhD അതേസമയം അവർ PhD എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ അഡീഷണൽ യോഗ്യതയ്ക്ക് പോയാൽ പിന്നെ മനസ്സിലാക്കാം ഈ ബേസിക് യോഗ്യതയ്ക്ക് വേണ്ടിയാണ് പഠിക്കാൻ പോയിരിക്കുമ്പോൾ അതും സർവീസ് കൂട്ടിക്കിട്ട് ഇവർ തിരഞ്ഞെടുത്തിട്ട് സുപ്രീം കോടതി ഇപ്പോൾ കേസ് കിടക്കും. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നടക്കുന്നത് ഈ അഴിമതിയാണ്. കാരണം ഇതിൻ്റെ നിയമനങ്ങളുടെ പേര്, കാരണം സിൻഡിക്കേറ്റ് മെമ്പറാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഈ അധ്യാപനം സ്വാഭാവികം ആലോചിച്ച് നോക്കുക. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇവരൊക്കെ സിൻഡിക്കേറ്റ് മെമ്പർമാർ. എന്തുകൊണ്ട് ഇവർക്ക് PSCക്ക് വിട്ടുകൂടാ? എന്തുകൊണ്ട് ഇവർക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്തായാലും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്ന ഒരു സർക്കാർ. ഈ നാട്ടിൽ കോടതിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോകുമായിരുന്നാണ് നാട്ടിലെ ജനങ്ങളെ? അല്ലേ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ. നമ്മുടെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ സുഖമെന്ന് പറയുന്നതും കോടതികൾക്ക് റോളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാജ്മോഹൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത് പിണറായിക്കിട്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതി വിധി. ഈ വിധി അദ്ദേഹം പാഠം പഠിച്ചാൽ അദ്ദേഹത്തിന് കൊള്ളാം. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പക്ഷേ അത് വലിയ കാര്യമില്ല, കാരണം ഈ നാട്ടിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഉത്തർപ്രദേശിലെ 30 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ 30 തോന്നുന്നു, വലിയ സച്ചായിട്ടല്ലേ, അവിടെ 5 പേരേ ഉള്ളൂ PSC അംഗങ്ങൾ. UPSC 6 പേരെ കണ്ടുള്ളൂ കേന്ദ്രത്തിൽ. ഇവിടെ ഈ 23 പേരാണ് PSC അംഗങ്ങൾ. അവരുടെ ശമ്പളം കൂട്ടുന്നു, പെൻഷൻ കൂട്ടുന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും പിണറായിയുടെ മോന്ത നോക്കി കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. ജനാധിപത്യ വിശ്വാസികൾക്ക് നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാൾ നല്ലൊരു ശുഭവാർത്ത വേറെയില്ല. നമസ്കാരം.